രണ്ടു ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ KLDC കനാലിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപത്തെ വളയം ബണ്ട് തകർന്നു. ശനിയാഴ്ച രാത്രിയോടെയാണ് കിഴക്കേ ഭാഗത്തെ ബണ്ടിന്റെ മധ്യഭാഗം തള്ളിപ്പോയത്. ശനിയാഴ്ച ഉച്ചയോടെ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ബണ്ടിന്റെ കിഴക്കുഭാഗത്തുള്ള കഴഭാഗം പൊട്ടിച്ചിരുന്നു. റെഗുലേറ്റർ നവീകരണത്തിനായി പടിഞ്ഞാറു ഭാഗത്തും ബണ്ട് നിർമ്മിച്ചിട്ടുള്ളതിനാൽ ഈ വെള്ളം റെഗുലേറ്ററിന്റെ അടിഭാഗത്തു നിന്ന് പുഴയിലേക്കാണ് മോട്ടോർ വെച്ച് പമ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ രാത്രിയിൽ താൽക്കാലിക ബണ്ടിന്റെ സമീപത്ത് ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുകയും വെള്ളത്തിന്റെ മർദ്ദം കൂടുകയും ചെയ്തതോടെ ബണ്ട് പൊട്ടുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു മാസം മുമ്പ് പൊട്ടിയ ബണ്ട് വീണ്ടും ബലപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ ബണ്ട് തകർന്ന സാഹചര്യത്തിൽ പ്രവർത്തികൾ പൂർണ്ണമായും നിലച്ചു. 7 HP-യുടെ 2 മോട്ടോറുകളും 10-20 HP-യുടെ ഓരോ മോട്ടോറുകളും വെള്ളത്തിനടിയിലായി. കഴിഞ്ഞ ദിവസം MLA വിളിച്ച യോഗത്തിൽ ജൂൺ 15-നകം റെഗുലേറ്ററിന്റെ അടിഭാഗത്തെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ബണ്ട് പൊട്ടിയതോടെ ഇത് നടക്കില്ലെന്നുറപ്പായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാണ് റെഗുലേറ്ററിന്റെ ഇരുഭാഗത്തും ബണ്ട് നിർമ്മിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ 5 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നടത്തുന്ന നവീകരണം ഇനിയും മാസങ്ങളോളം നീളുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.